ഹായ് മക്കളെ, നിങ്ങളുടെ കീം എക്സാം 17-ാം തീയതി തുടങ്ങാൻ പോവാണ്. ഞാൻ ഒരുപാട് ആൾക്കാർ കീമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ വളരെ സീരിയസ് ആയിട്ട് കീം എക്സാം എഴുതണം, നല്ല കോളേജിൽ കയറണമെന്നുണ്ട്. ചില ആൾക്കാർ ഇപ്പോഴും സീരിയസ് അല്ല. പക്ഷേ ഇന്ന് വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴാണ് 13-ാം തീയതിയാണ്. നിങ്ങൾക്കിനി ചിലപ്പോൾ എന്തായിരിക്കും, നിങ്ങൾ എക്സാമിനൊക്കെ ഇനി 3 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. 17-ാം തീയതി എക്സാം ഉള്ളത്. കുറേ കുട്ടികൾക്ക് 22-ാം തീയതി ഉണ്ട്. 23-ാം തീയതി ഡേറ്റ് ഇതുവരെ ഞാൻ ആർക്കും കണ്ടിട്ടില്ല. അപ്പം നിങ്ങളുടെ കീമിൻ്റെ എക്സാം ഡേറ്റ് എന്നാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ 22-ാം തീയതിയുള്ള കുട്ടികൾക്ക് ഏകദേശം 8 ദിവസം എന്തുണ്ട്, ഇനിയും നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. സോ ഈ ലാസ്റ്റ് ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വാട്ട് വിൽ ബി യുവർ ലാസ്റ്റ് മൊമെൻറ്റ് സ്ട്രാറ്റജി എന്നുള്ളത് ഇന്ന് പറയാൻ പോകുന്നത്. സ്ട്രാറ്റജി പറയുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയണം. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള ദിവസവും നിങ്ങൾ കുറച്ച് സീരിയസ് ആയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ 100% ഷുവറായിട്ട് സീറ്റ് കിട്ടും. കേരളത്തിൽ ഓൾമോസ്റ്റ് 40,000-ഓളം എന്തുണ്ട് കീമിൻ്റെ എഞ്ചിനീയറിംഗ് സീറ്റുകളുണ്ട്. അതിൽ തന്നെ ഏകദേശം 10,000-ഓളം സീറ്റുകൾ എന്താണ് ഗവൺമെൻറ് സീറ്റുകളാണ്. ഓൾമോസ്റ്റ് 70,000-75,000 കുട്ടികളാണ് തോന്നുന്നുണ്ട് കീം എഴുതുന്നത്. അപ്പോൾ അതിൽ തന്നെ എന്താണ് കുറേ ആൾക്കാർ എന്തായാലും റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ച കുട്ടികളുണ്ടാവും, കുറേ ആൾക്കാർ നീറ്റിൻ്റെ കുട്ടികളായിരിക്കും, കുറച്ച് ആൾക്കാർക്ക് എന്തായാലും JEE ഒക്കെ കിട്ടിപ്പോവും. അപ്പോൾ എങ്ങനെ നോക്കുകയാണെങ്കിലും നിങ്ങൾ ഒന്ന് സീരിയസ് ആയിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, ചിലപ്പോൾ അത് പ്രൈവറ്റ് ആയിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുള്ള കേസ് എന്താ വെച്ചാൽ, സാറേ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കയറുന്നതിന് വലിയ കാര്യമുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് വളരെ സബ്ജക്റ്റീവാണ്, റിലേറ്റീവാണ്. ഞാനൊരു എഞ്ചിനീയർ ആയതിൻ്റെ ഒരു ബയാസ് ഒരു പക്ഷേ എനിക്ക് ഉണ്ടാവുമായിരിക്കും. പക്ഷേ എന്നാലും ഞാൻ പറയാണ്, നിങ്ങളൊന്നെങ്കിൽ JEE ക്ലിയർ ചെയ്യുക. അത് ഇപ്പോൾ ഈ വർഷമോ അടുത്ത വർഷമോ റിപ്പീറ്റ് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഓർ നിങ്ങൾ നീറ്റ് ക്ലിയർ ചെയ്തൊരു ഡോക്ടർ ആവാം. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കീം എഴുതിയിട്ട് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അതിനുശേഷം മാത്രമേ എന്തുള്ളൂ, നഴ്സിംഗ് ഉള്ളൂ, പാരാമെഡിക്കൽ ഉള്ളൂ, CUT ഉള്ളൂ. ബാക്കിയൊക്കെ എന്നെ സംബന്ധിച്ച് ഇതാണ് കേസ്. അപ്പോൾ വീണ്ടും ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറയാം. അതായത് നിങ്ങളൊരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതാണ് ഒരു പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിൽ നഴ്സിംഗ് പഠിക്കുന്നതിനേക്കാളും നല്ലത്. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്കൊരു ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കിട്ടുകയാണ്. അപ്പം പ്രൈവറ്റ് കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പറയാം കീമിന് പോകണമെന്നാണ്. പക്ഷേ എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കുക, നഴ്സിംഗ് ബെറ്റർ എന്നൊക്കെ പറയാൻ പറ്റും. സോ അത്രക്കും നല്ല സ്കോപ്പുള്ള സാധനം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെന്ന് മാത്രമല്ല കേരളത്തിൽ ഇപ്പോൾ ഈ വർഷം 4 ലക്ഷത്തെ ആൾക്കാർ +2 എഴുതിയിട്ടുണ്ട്. 4 ലക്ഷം ആൾക്കാരിൽ 2 ലക്ഷം സയൻസ് ആണ്, ബാക്കി കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഏതെങ്കിലുമൊക്കെ കോഴ്സ് ഡിഗ്രിക്കൊക്കെ പഠിക്കും. ചില ആൾക്കാർ വല്ല ഡിപ്ലോമ ഇൻ ഡാറ്റ സയൻസോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗോ പഠിക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി നിങ്ങൾ ജോലിക്ക് കയറുമ്പം അതിലൊരു 10-15% മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പഠിച്ച കോഴ്സിലേക്ക് പോകുള്ളൂ. ഇൻക്ലൂഡിങ് എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻക്ലൂഡിങ് ഞാനടക്കം എന്തല്ല ഇപ്പോൾ പഠിച്ച സാധനമല്ല ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ എന്തായിരിക്കും വല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് നിൽക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ AI എന്ത് വന്നാലും കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ജോലിക്കാർ ആവശ്യമുണ്ടാകും. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തായിരിക്കും, എഞ്ചിനീയറിംഗ് കിട്ടിയ ആൾക്കാർക്ക് അതെന്താണെന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ എൻഡിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാർക്ക് പ്രിഫറൻസ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അടുത്ത കാര്യം. അതായത് നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിൽ കയറാം. എഞ്ചിനീയറിംഗ് കോളേജിൽ കയറുന്നതാണ് JEE എഴുതി റിപ്പീറ്റ് ചെയ്യുന്നതോ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നതോ കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. റിപ്പീറ്റ് ചെയ്യണമെന്നില്ല, ഡിഗ്രി കിട്ടുകയാണെങ്കിലും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത എന്താ വെച്ചാൽ നമുക്ക് സ്ട്രാറ്റജിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഫസ്റ്റ് എന്താണ്, ടൈം മാനേജ്മെൻറ്റ്. ഈ ടൈം മാനേജ്മെൻറ്റ് കേസിൽ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ ഒന്നും കൂടെ നിങ്ങളൊന്ന് മനസ്സിൽ ഓർക്കാം. അതായത് ഇനി കുറച്ച് ദിവസം പഠിച്ചാൽ ഏതെങ്കിലും കോളേജ് കിട്ടും, ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കിട്ടുന്നത് നല്ലതാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസം ടൈം മാനേജ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഉറക്കമൊഴിച്ച്, അതും 6 മണിക്കൂർ ഉറക്കമൊഴിച്ച് ബാക്കി മുഴുവൻ സമയം നിങ്ങൾ എന്തായിരിക്കണം, നിങ്ങൾ കീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്നാണ്. അതായത് 17-ാം തീയതി എക്സാമുള്ള കുട്ടി അടുത്ത 3 ദിവസവും കൂടെ ഒരു 15 മണിക്കൂർ വെച്ച് 45 മണിക്കൂർ എന്ത് ചെയ്യണം, നിങ്ങൾ കീമിന് പ്രിപ്പയർ ചെയ്യണം. 22-ാം തീയതി ഉള്ള ആളാണെങ്കിൽ അത്രയും ഓരോ ദിവസവും 15 മണിക്കൂർ ഏറ്റവും മിനിമം എന്ത് ചെയ്യണം, 15 പോരാ, 6 മണിക്കൂർ ഉറക്കവും 2 മണിക്കൂർ മിസ്ലേനിയസും കഴിച്ചിട്ട് 16 മണിക്കൂർ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം എന്നാണ്. ഓക്കെ, അതെന്താണെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ പഠിച്ചിട്ടില്ല ഇതേപോലെയൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ വെറുതെ കറക്കി കുത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ എന്തെങ്കിലുമൊക്കെ അഡ്മിഷൻ കിട്ടുമായിരിക്കും. അപ്പം നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസം ഈ 3 ദിവസം 15 മണിക്കൂർ പഠിച്ചാൽ പോലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെയല്ലേ പറഞ്ഞാൽ, നിങ്ങൾക്ക് ചിലപ്പോൾ സിവിൽ എഞ്ചിനീയർ കിട്ടേണ്ട നിങ്ങൾക്ക് അതേ കോളേജിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോണിക്സോ കമ്പ്യൂട്ടർ സയൻസോ കിട്ടും. ഒരു പക്ഷേ എന്തായിരിക്കും, നിങ്ങൾ നന്നായി പഠിച്ച ഒരാളാണെങ്കിൽ TKM കിട്ടുന്നതിന് പകരം നിങ്ങൾക്ക് CET കിട്ടും. 1-2 കോളേജുകൾ ജമ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ താഴത്തുള്ള ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിന് പകരം ചിലപ്പോൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഏതെങ്കിലും പ്രൈവറ്റിന് തൊട്ട് മുന്നേയുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടും. ഇതൊക്കെ ഓവർ എ ലോങ് പീരീഡ്, അതായത് സിവിൽ എഞ്ചിനീയറിംഗോ പ്രൊഡക്ഷനോ കെമിക്കലോ പഠിക്കുന്നതിന് പകരം നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസോ ഇലക്ട്രോണിക്സോ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജോലിയൊക്കെ കിട്ടി നിങ്ങൾക്ക്
നിങ്ങൾക്കൊരു 35 വയസ്സായി നേരത്തെ, അതായത് ഇനി ഒരു 15 വർഷം, 17 വർഷം 17 വർഷമാകുമ്പം നിങ്ങളുടെ സാലറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത നിലവാരത്തിൽ മിനിമം ഒരു 5 ഇരട്ടി വ്യത്യാസം ഉണ്ടാവും. അതായത് 35 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു 75,000 സാലറിയാണ് നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗിൽ കയറിയിട്ടെങ്കിൽ ചിലപ്പോൾ അത് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ആകുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു 5 ഇരട്ടിയൊക്കെ, ചിലപ്പോൾ 3-3.5 ലക്ഷം സാലറി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. മിനിമം 3 ദിവസവും മാക്സിമം 8-9 ദിവസവും നിങ്ങൾ സീരിയസ് ആയി പഠിക്കാനുള്ളത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇപ്പം തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്യും, ബാക്കി നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്തൊക്കെ സാധനങ്ങളാണ് അതൊക്കെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യും, ഒഴിവാക്കും, ബ്ലോക്ക് ചെയ്ത് വെക്കും. അതാണ് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെങ്കിൽ. അടുത്ത പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. അതായത് ഈ വീഡിയോ കാണുന്നത് കുറേ ആൾക്കാർ റിപ്പീറ്റേഴ്സ് ആയിരിക്കും, അതേപോലെ തന്നെ കുറേ ആൾക്കാർ ഇപ്പോൾ +2 കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും. റിപ്പീറ്റേഴ്സിന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു 75% മുകളിലൊക്കെ പോർഷൻ തീർന്നിട്ടുണ്ടാവും. +2കാരാണെങ്കിൽ അത് 20% ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ചെയ്യണം. ആകെ 2 ആഴ്ച എങ്ങനെയല്ലേ കിട്ടിയിട്ടുള്ളൂ. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇനി പുതിയൊരു ചാപ്റ്റർ പഠിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് പുതിയൊരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും നിങ്ങൾ വിചാരിക്കുമ്പോൾ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്ററിന് മിനിമം 5-10 ക്വസ്റ്റ്യൻ നിങ്ങൾ റിവൈസ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമാവും. അതുകൊണ്ട് 20% നിങ്ങൾ തീർത്താലും 75% തീർത്താലും പുതിയൊരു ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യണം. മക്കളെ റിവൈസ് ചെയ്യുമ്പോൾ എങ്ങനത്തെ റിവിഷനാണ് ഞാൻ ചിലപ്പോൾ പലതവണ നിങ്ങളോട് പറഞ്ഞ കേസാണ്. എങ്ങനെയാണ് ഞാൻ പറയാറുള്ളത്, ആക്റ്റീവ് റീകോൾ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്താ ആക്റ്റീവ് റീകോൾ? അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കീമിൻ്റെ റാങ്ക് 611 ആയിരുന്നു. എൻ്റെ കീമിൻ്റെ റാങ്ക് 611. ഞാൻ +2ൻ്റെ കൂടെ എഴുതിയതാണ്. അവിടെ എന്താ വെച്ചാൽ ഞാൻ കുറേ ചാപ്റ്റേഴ്സ് എനിക്ക് അറിയാത്തുണ്ടായിരുന്നു. +2കാരൻ നിങ്ങൾക്ക് അറിയില്ല എത്രത്തോളം പഠിച്ചു തീരുന്നത്, എസ്പെഷ്യലി +1-ലൊക്കെ. പക്ഷേ അറിയുന്ന ചാപ്റ്റർ എനിക്ക് അടിപൊളി അറിയായിരുന്നു. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഓർഗാനിക് കെമിസ്ട്രിയിൽ കുറേ ഇക്വേഷൻസ്, നെയിംഡ് റിയാക്ഷൻസ്. ഒരു ചാപ്റ്റർ എടുക്കുക, എന്ത് എന്തായിരുന്നു ആൽക്കഹോൾ ഫീനോൾസ് ചെയ്തെടുക്കാം. ഓക്കെ, അതിലെന്തൊക്കെയാണ് ആ ചാപ്റ്റർ ഓരോന്നും ഇങ്ങനെ ഓർത്ത് നോക്കുക. ഫസ്റ്റ് ആൽക്കഹോൾ, അതിൽ ഇന്ന് അതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും, അതിൻ്റെ ഓക്സിഡേഷൻ ഉണ്ടാവും, ചില നെയിംഡ് റിയാക്ഷൻ ഉണ്ടാവും, അതിൻ്റെ കാറ്റലിസ്റ്റ് എന്താ ടെമ്പറേച്ചർ ഓർത്ത് നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, റീകോൾ ചെയ്യുക. അറിയാത്തത് മാത്രം നിങ്ങൾ നോട്ട്ബുക്ക് നോക്കി ടെക്സ്റ്റ് ബുക്കൊക്കെ റിവൈസ് ചെയ്യുക. ഇതിങ്ങനെ എന്ത് ചെയ്യണം, ഇത് ചെയ്യേണ്ടത് എപ്പോഴൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കക്കൂസിൽ ഇരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ കുളിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അതായത് ഇനി അങ്ങോട്ട് എന്താണ്, ഉറക്കമൊഴിച്ച് ബാക്കി എല്ലാ സമയത്തും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. അതിൽ ഏറ്റവും ബെസ്റ്റ് റിവിഷനാണ് ഏത്, ഈ ഫുഡ് കഴിക്കുമ്പോൾ സാധനത്തിലൊക്കെ. നിങ്ങളിപ്പോൾ ഹോസ്റ്റലിലാണെങ്കിൽ ഈ സെയിം സാധനം തന്നെ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യം എന്താ, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ആ സാധനങ്ങളുണ്ടാവും. പിന്നെ എന്തായിരിക്കും, സ്പീഡിനെ കുറിച്ച് പറയും. പിന്നെ ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റിയുടെ കേസിൽ എന്താണ് മെയിൻലി വരാൻ പോകുന്നത്, ആ 2 കേസിലെ ഡിസ്റ്റൻസ് ചെയ്യുമ്പം 2v1 v2 v1 + v2 അങ്ങനത്തെ സാധനം മുതൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആണെങ്കിൽ ചില കേസിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും, ചില കേസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതിനുശേഷം എന്താ, ഇക്വേഷൻസ് ഓഫ് മോഷൻ. പിന്നെ ആ സെയിം സാധനം മോഷൻ ഉണ്ട് ഗ്രാവിറ്റിയിലേക്ക്. പിന്നെ എന്താ, റിലേറ്റീവ് മോഷൻ. ഇത്രയല്ലേ ഉള്ളത്. പിന്നെ ആ nth സെക്കൻഡിലെ സാധനം. അപ്പോൾ ഇതാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ചിലപ്പോൾ nth സെക്കൻഡിൻ്റെ ഇക്വേഷൻ എനിക്ക് ഓർമ്മയില്ല, n/2 എന്തോ SN എന്ന് പറഞ്ഞിട്ടുള്ള സാധനമില്ലേ. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്, ആ നോട്ട്ബുക്ക് എടുത്തൊക്കെ ഓർത്തൊക്കെ. ഇതാണ് റിവിഷൻ്റെ കേസ്. റിവിഷൻ നിങ്ങൾ ചെയ്യേണ്ടത് ഉറങ്ങാത്ത എല്ലാ സമയവും, ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാവുന്നതാണ്, നല്ല സുഖത്തിൽ ഉറങ്ങണം. ഓക്കെ, ആക്റ്റീവ് റീകോൾ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക മക്കൾ. അതായത് നിങ്ങളുടെ കേസിൽ 75% കഴിഞ്ഞ ആൾക്കാർ 20% നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലടാ, ആ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൻ്റെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എവിടുന്നെങ്കിലും, നിങ്ങളിപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ആ ചാപ്റ്റർ എന്നുള്ളൊരു 100 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള ഏതെങ്കിലും സാധനങ്ങളോ നിങ്ങൾ മെറ്റീരിയലൊക്കെ എന്തെങ്കിലും ആയിരിക്കും. അല്ലാത്ത കുട്ടികൾക്ക് എന്താ, +2 കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കീമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചാപ്റ്റർ വൈസ് എന്നൊക്കെ പറഞ്ഞു കിട്ടും. ചാപ്റ്റർ വൈസ് എന്ത് ചെയ്യുക, നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ ചോദ്യവും ചെയ്യില്ല. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുന്നത്, മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈനിൻ്റെ ഏത് മെറ്റീരിയൽ എടുത്താലും മിനിമം എന്ത് ചെയ്യും, ഒരു 6 ക്വസ്റ്റ്യൻ കിട്ടും. ഏത്, 2v1 v2 v1 + v2 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ട ആവറേജ് വെലോസിറ്റി ആണ്ടത്. അതായത് ഒരു കേസിൽ എന്തായിരിക്കും, ബോയ് കടയിൽ പോയിട്ട് തിരിച്ചു വന്നതായിരിക്കും, വേറെ കേസിൽ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നത്, വേറൊരു ചങ്ങ എന്തായിരിക്കും, ഒരു ഫാദർ എന്തായിരിക്കും പിന്നെ ചന്തയിൽ പോയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. പിന്നെ വേറൊരാൾ എന്തായിരിക്കും പകുതി ഡിസ്റ്റൻസ് കവർ ചെയ്ത് പിന്നെ അടുത്ത പകുതി. പിന്നെ 6 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ആൻഡ് ഈ 6 ക്വസ്റ്റ്യൻ ഒരൊറ്റ ഇക്വേഷനാണ്. നിങ്ങളെന്താ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമോ, ഇത് സിമ്പിൾ, 2v1 + v2 v1 + v2. ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പ്രോബ്ലം ചെയ്ത് നിങ്ങൾ മാത്തമെറ്റിക്കൽ സ്കില്ലോ എന്താ പറയുക, ഈ 6 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നും. എന്ത് മോനെ v1 + v, ആ സാധനം ഞാൻ പുലിയാണ്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങളെ സമയം നഷ്ടമാവുക ചെയ്യുന്നത്. ഇവിടെ ഒരു മിന്നലുണ്ടല്ലേ, ഒരു ട്യൂബ് കേടായിരുന്നു, ഉടനെ മാറ്റും. ഓക്കെ, അപ്പോൾ ആ സാധനം എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്ത്. ഇത് എനിക്ക് 611 കിട്ടിയതും അല്ലെ JEE ഫസ്റ്റ് ചാൻസിൽ 500 റാങ്ക് കിട്ടിയതിനൊക്കെയുള്ള റീസൺ എന്താ വെച്ചാൽ ഈ സാധനം. ഞാൻ കുറേ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അറിയാത്തൊരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ സാധനത്തിന് ചിലപ്പോൾ ഇങ്ങനെ വരും, ഒരാൾ എന്ത് ചെയ്തു, ഒരാൾ ഹാഫ് ദ ഡിസ്റ്റൻസ് V1 എന്നുള്ള വെലോസിറ്റിയിൽ ചെയ്തു, സെക്കൻഡ് ഹാഫിൻ്റെ പകുതി V2, അടുത്ത പകുതി V3, അങ്ങനെയാണ് അവൻ്റെ ആവറേജ് വെലോസിറ്റി എത്ര. അത് ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ടി വരും. ആ ലെവലിൽ എന്ത് ചെയ്യുക, ഒരു 100 ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ ശരിക്കും ചെയ്ത് നോക്കേണ്ട ഒരു 20-25 ചോദിക്കണം. അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സും ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നിപ്പോൾ നിങ്ങൾ പോയി ചെയ്യേണ്ടത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയൽ എടുക്കുക, ചാപ്റ്റേഴ്സിൻ്റെ പേരുണ്ടാവുമല്ലോ. ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, അങ്ങനെ വരുന്നതിൽ നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്റേഴ്സൊക്കെ ടിക്കറ്റ്, അറിയാത്ത ക്രോസ് ഇട്ടേക്കുക. ഈ അറിയുന്ന ചാപ്റ്ററിൽ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന് റിവൈസ് ചെയ്യുക, 2 പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യുക. പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മറന്നു വരുത്, സ്കിപ്പ് ചെയ്യാന്നുള്ളത്. ഓക്കെ, റൈറ്റ്. ഇത് 2 സ്റ്റെപ്പുകളാണെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ മോക്ക് എക്സാം എഴുതലാണ്. ഈ മോക്ക് എക്സാമിൻ്റെ കേസിൽ എന്തിനാണ് മോക്ക് എക്സാം എന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും പറയുന്ന കേസ്, ഞാൻ 2020 CAT IIM-ലേക്കുള്ള അഡ്മിഷൻ, MBAക്കുള്ള അഡ്മിഷന് വേണ്ടി ഞാൻ എഴുതിയിട്ട് എനിക്കൊരു രസമുള്ള സാധനമാണ്. CAT എക്സാം അന്ന് ഞാൻ എഴുതുമ്പോൾ ഞാൻ ഡയറക്റ്റ് വടകരയായിരുന്നു എൻ്റെ സെൻറ്റർ. വടകര സെൻറ്ററിൽ നേരെ പോയി അവിടെ എത്തിയപ്പോഴാണെന്ന് മനസ്സിലായി, ഞാൻ ഇരിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ചെറിയൊരു സ്പേസേ ഉള്ളൂ. അത് മൗസ് വെച്ചാൽ പിന്നെ എനിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന റൈറ്റിംഗ് പാഡ് അത് വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഞാൻ കീബോർഡ് മേലൊക്കെ മെല്ലെ ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ എഴുതാം, കടുപ്പത്തിൽ എഴുതിയ കീഞ്ഞങ്ങിപ്പോവും. അപ്പോൾ ആ ലെവലിലാണ് എന്ത് ചെയ്തത് ഞാൻ ചെയ്തത് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് വലിയ ന്യൂമറിക്കൽ. ഞാൻ ഇവരെന്തിനാ ഈ ന്യൂമറിക്കൽസൊക്കെ ഇങ്ങനെ തരുന്നതൊക്കെ, കുറേ കാൽക്കുലേറ്റ് ഡിവൈഡൊക്കെ ചെയ്ത് പോയിന്റ് എന്നൊക്കെ സാധനം കിട്ടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വെറുതെ സ്ക്രീനിൻ്റെ വലത്തേ മൂലയിൽ എന്താണ് ഒരു കാൽക്കുലേറ്റർ പോലത്തെ ചിഹ്നം, ആ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്താ കാൽക്കുലേറ്റർ ഉണ്ട്. അതായത് CAT-ൻ്റെ എക്സാം കാൽക്കുലേറ്റർ ഉപയോഗിക്കായിരുന്നു. അതെനിക്കറിയില്ല, കാരണം എന്താ, ഞാൻ ഇതും മോക്ക് എക്സാം ഒന്നും എഴുതിയിട്ടില്ല, ഡയറക്റ്റ് അന്ന് അവിടെ പോയിട്ട് എഴുതിയതാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം ഞങ്ങൾ റിപ്പീറ്റർ ബാച്ചിലൊക്കെ എന്താണ് നമ്മളെല്ലാവർക്കും നമ്മൾ എന്താ പറയുക കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് എക്സാംസ് നടത്താനെങ്കിലും ഈ എക്സാം നടത്തുന്ന സെൻറ്ററിൽ, അതായത് നിങ്ങളുടെ കീമും JEE എക്സാം നടക്കുന്ന സെൻറ്ററിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മോക്ക് എക്സാംസ് കൊടുക്കാറുണ്ട് റിപ്പീറ്റർ ബാച്ചിലെ എല്ലാ കുട്ടികൾക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റ് അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് പരിചയപ്പെടാനാണ്. അങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ UI UX അതേപോലെ തന്നെ എന്താ അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ഇനി പരിചയപ്പെടാൻ പറ്റില്ല, കമ്പ്യൂട്ടർ സെൻറ്ററൊന്നും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളെ സ്ഥാപനം കോച്ചിങ് സെൻറ്റർ കൊടുക്കുന്നുണ്ട് അത്, അപ്പം അത് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ആ UI UX പരിചയപ്പെട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ലാഭിക്കാൻ പറ്റും. ആ 10 മിനിറ്റ് എന്ന് പറയുന്നത് 10 ക്വസ്റ്റ്യൻ ആണ്. 10 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 40 മാർക്കാണ്. സോ എന്ത് ചെയ്യുക, 40 മാർക്ക് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. സോ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, 20% പഠിച്ചാലും എന്ത് ചെയ്യണം, ഒരു മോക്ക് ടെസ്റ്റെങ്കിലും, ഏറ്റവും മിനിമം ഒരു മോക്ക് ടെസ്റ്റെങ്കിലും എന്ത് ചെയ്യണം. 75% ഉള്ള ആൾക്കാർക്ക് മൾട്ടിപ്പിൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്തോ. ആൻഡ് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസിൻ്റെ ക്വാളിറ്റി അല്ല, യു ഹാവ് ടു എക്സ്പീരിയൻസ് ദാറ്റ്. അതായത് നിങ്ങൾ കീമിൻ്റെ CBT എക്സാം സെൻറ്ററിൽ പോകുമ്പോൾ ഇത് പുതിയൊരു, ഞാനന്ന് CAT-ന് പോയതുപോലെ പുതിയ ഏതോ ലോകമാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ? അപ്പോൾ എവിടുന്നാണ് സാറേ മോക്ക് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എജ്യൂപോർട്ടും IIT മദ്രാസും, IIT മദ്രാസിലെ മല്ലു കുട്ടികളും കൂടെ, ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ച ഇക്രമിൻ്റെ ബാച്ചാട്ടത്, അവരും കൂടെ എന്ത് ചെയ്യാണ്, അവരൊരു കീമിൻ്റെ മോക്ക് ടെസ്റ്റ് എന്തുണ്ട് അവരെ വെബ്സൈറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസും ഞാൻ പറയുന്നത് വെബ്സൈറ്റ് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം. ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളത് ചെയ്തിരിക്കണം. മുന്നേ നമ്മളൊരു എക്സാമൊക്കെ നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ റിസൾട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ വരും, വാട്സപ്പിൽ വരും. അപ്പോൾ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. ആൻഡ് ആ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. ഉറപ്പായിട്ട് ആ 3 മണിക്കൂർ സാധനം തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യണം. അതാണ് ഒന്നാമത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസ് വീണ്ടും അടുത്ത CET, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തുള്ള CET-യിലെ SFI യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കീമിൻ്റെ കുറേ ഹെൽപ്പ് ഡെസ്ക് ആയിട്ട് ഒരു വെബ്സൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ പറയുന്നുണ്ട്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി CBT എക്സാം തുടങ്ങിയിട്ട് 2 വർഷമായിട്ടേ ഉള്ളൂ. ആ 2 വർഷത്തെയും 10 സെഷൻസിൻ്റെയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവരൊരു ഗൂഗിൾ ഡ്രൈവിലാക്കി വെച്ചിട്ടുണ്ട്. ആ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കമൻറ്റിൽ പിൻ ചെയ്തൊക്കെ. എസ്പെഷ്യലി നിങ്ങൾ JEE കുട്ടികളൊക്കെ ആണെങ്കിൽ, റിപ്പീറ്റ് ചെയ്ത കുട്ടികളാണെങ്കിൽ എന്തായാലും എന്ത് ചെയ്യുക, ആ 10 നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ആ ചാപ്റ്റർ വൈസ് ആണെന്ന് ഞാൻ നോക്കിയില്ല. ചാപ്റ്റർ വൈസ് ആണെങ്കിൽ ചാപ്റ്റർ വൈസ് ചെയ്യുക, അല്ലെങ്കിൽ മോക്ക് എക്സാമിൽ ഈ 10 സെഷൻ്റെ കൂടി നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഒന്ന് IIT മദ്രാസിൻ്റെ സാധനം ചെയ്യുക, പിന്നെ ഇവരുടേതും കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതാണ് രണ്ടാമത്തെ കേസ്. മോക്ക് ടെസ്റ്റും കൂടെ ചെയ്യുക. ഇനി മൂന്നാമത്തെ കേസ് എന്താ, ഇത് രണ്ടാമത്തെ അല്ല, അത് മൂന്നാമത്തെ കേസല്ല, 4ാമത്തെ കേസ്. ഇനി നിങ്ങൾ ഇതിങ്ങനെ റിപ്പീറ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ പഠിച്ച ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, വീണ്ടും എന്ത് ചെയ്യുക, ആദ്യം റിവൈസ് ചെയ്യുക, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യുക, മോക്ക് ടെസ്റ്റ്, ആ സാധനം തന്നെ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കൂടെ, നിങ്ങൾ JEE എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നു റിപ്പീറ്റ് ചെയ്താൽ കിട്ടുന്നുണ്ട്. ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പം റിപ്പീറ്റ് ചെയ്യണം എന്നാണ്. എജ്യൂപോർട്ടിൽ റിപ്പീറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എജ്യൂപോർട്ടിൽ റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് സന്തോഷം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്,
ജീവിതത്തിൽ നിങ്ങൾ എടുക്കേണ്ട ആ സെൻറ്റൻസ് ഒന്നും കൂടെ റെഡി. ജീവിതത്തിൽ ഏറ്റവും വലിയ റിസ്ക് എന്താണെന്നറിയോ? നിങ്ങൾ റിസ്ക് എടുക്കാതിരിക്കല. സത്യം എൻ്റെ ജീവിതം കൊണ്ടൊക്കെ എനിക്ക് അനുഭവമുള്ള സാധനമാണ്. അപ്പം റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും വലിയ റിസ്ക് ആയിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ 5 ദിവസം പഠിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ 35 വയസ്സാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ സാലറിയും ജീവിത നിലവാരവും 5 ഇരട്ടിയാവുമെങ്കിൽ നിങ്ങളൊരു CET-യിലോ അല്ലെങ്കിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃശ്ശൂരോ എത്തേണ്ട നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്താൽ NIT-യിലോ IIT-യിലോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിത നിലവാരം 10, 20, 50 ഇരട്ടിയായിട്ട് മാറുന്നതായിരിക്കും. സോ ആ റിസ്ക് എടുക്കാൻ അതിൻ്റെ ബൈ പ്രൊഡക്റ്റും കൂടെ പറഞ്ഞുതരാം. പോവും നിങ്ങൾ 1 വർഷം. പക്ഷേ നിങ്ങളിപ്പോൾ GEC തൃശ്ശൂരാണെങ്കിൽ നിങ്ങളുള്ളത് നിങ്ങളത് CET-യിൽ എന്തായാലും എത്തും. GEC തൃശ്ശൂരിൻ്റെ താഴെ പോവില്ല. അപ്പോൾ ആ റിസ്ക് എന്ത് ചെയ്യുക? നിങ്ങൾ എടുക്കാൻ റിപ്പീറ്റ് ചെയ്യേണ്ടതെന്നാട്ടോ എൻ്റെ ഒരു അഭിപ്രായം. അതായത് റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ദ ചാൻസസ് ഓഫ് ഗെറ്റിംഗ്, അത് നിങ്ങൾക്ക് ചിലപ്പോൾ വല്ല ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അല്ലെ വേറെ വല്ല കാരണത്താൽ, ന്യായമായ കാരണത്താലാണ് നിങ്ങൾക്ക് നീറ്റ് JEE കിട്ടാത്തെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ 1 വർഷം കൂടെ, കാരണം 1 വർഷം കൂടെ എന്ത് ചെയ്യാൻ പറ്റും? JEE മെയിൻസ് ഒന്നും കൂടെ എഴുതാൻ പറ്റും. അഡ്വാൻസ് എഴുതാനേ പറ്റില്ല. നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് കൂടി പറയാണ്. ഇനി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടേണ്ട ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ബൈ.